ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത എസ്ഐ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. സോൺ ബ്ലൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സോൺ ബ്ലൈറ്റ് എന്താണ് സോൺ ബ്ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോൺ ബ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണൽ ഡിഫ്രാക്ഷൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് സോൺ ബ്ലൈറ്റ് എന്ന് പറയുന്നത്. സോൺ ബ്ലൈറ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലേറ്റിനെ ഹാഫ് പീരീഡ് സോണുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സോൺ ബ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോൺ ബ്ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രണൽ ഡിഫ്രാക്ഷൻ അനുസരിച്ച് ഫ്രണൽ ഡിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷനാണ് സോൺ ബ്ലൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരു ട്രാൻസ്പെറൻറ്റ് റോഡിനെ ഡിഫറെൻറ്റ് ഹാഫ് പീരീഡ് സോണായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് സോൺ ബ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ എസ്ഐ ക്വസ്റ്റ്യനിൽ എന്താണ് സോൺ ബ്ലൈറ്റ് എന്ന് ആദ്യം എഴുതണം. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഓഫ് സോൺ ബ്ലൈറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇനി. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് സോൺ ബ്ലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ആ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ കുറച്ച് റിങ്ങുകൾ വരയ്ക്കുക. റിങ്ങുകൾ സോ ഓരോ റിങ്ങിൻ്റെയും റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരണം. √1 K, √2 K, √3 K. അതായത് നമ്മൾ 1, 2, 3 എന്ന് പറയില്ലേ, ആ നമ്പറുകളുടെ റൂട്ട് എടുക്കുക. എന്നിട്ട് അതിന് ഏതെങ്കിലും കോൺസ്റ്റന്റ് വാല്യൂ K എന്ന് പറഞ്ഞ് 10 എന്ന് എടുക്കുക. അപ്പോൾ 10 × √1, 10 × √2, 10 × √3. സോ അങ്ങനെയുള്ള വാല്യൂസ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ റിങ്ങുകൾ വരയ്ക്കുക. എവിടെ? ഒരു ട്രാൻസ്പെറൻറ്റ് റോഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, റിങ്ങുകൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്, അതായത് ഓട് വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ഓട് വരുന്ന പോർഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് ചെയ്യാം. ദെൻ അതിനുശേഷം ഇവിടെ നമുക്ക് ബ്ലാക്ക് ചെയ്യാം. വീണ്ടും പുറത്ത് അടുത്തതിൽ നമുക്ക് ബ്ലാക്ക് ചെയ്യാം. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 1, 3, 5 ഓഡ് നമ്പർ വരുന്ന ആളുകളെല്ലാം എന്ത് ചെയ്യുക, ബ്ലാക്ക് കളർ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബ്ലാക്ക് കളർ അടിച്ചിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക. ആ ഫോട്ടോഗ്രാഫിൻ്റെ ഡിജിറ്റൽ ക്യാമറയിലല്ല, നമ്മൾ സാധാരണ പഴയ ക്യാമറയിൽ വേണം ഫോട്ടോഗ്രാഫ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഫിലിമാണ് നമ്മൾ ഇടുന്നത്, കൊഡാക്കിൻ്റെയൊക്കെ ഫിലിം. ആ ഫിലിം എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. ഫിലിമിൻ്റെ നെഗറ്റീവ് എടുക്കുക. സോ ആ ഫിലിമിൽ നമ്മൾ ബ്ലാക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വൈറ്റ് ആയിരിക്കുന്ന പോർഷൻ ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ എടുക്കുന്ന ഫിലിമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഫിലിം. അപ്പോൾ ബ്ലാക്ക് ചെയ്തിരിക്കുന്ന ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഓഡ് നമ്പേഴ്സ് വരുന്ന ഭാഗങ്ങളെല്ലാം വൈറ്റ് ആയിട്ടിരിക്കുകയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരുന്ന ഭാഗം ബ്ലാക്ക് ആവുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു സോൺ പ്ലേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സോൺ പ്ലേറ്റും എന്ത് തരും, നമുക്ക് ഡിഫ്രാക്ഷൻ തരും. അപ്പോൾ സോൺ പ്ലേറ്റ് എന്താണെന്ന് ആദ്യം പറയണം. അതിനുശേഷം സോൺ പ്ലേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പറയണം. അതിനുശേഷം പറയേണ്ടത് തിയറിയാണ്. എന്ത് തിയറി? ഡെറിവേഷനാണ് വേണ്ടത്. ഡെറിവേഷൻ ഓഫ് F = Rn² / n λ. സോ ഈ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സോൺ പ്ലേറ്റിൻ്റെ ഫോക്കൽ ലെങ്തിനെയാണ് നമ്മൾ F എന്ന് പറയുന്നത്. അപ്പോൾ സോൺ പ്ലേറ്റിലെ ഡെറിവേഷൻ കൊണ്ട് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോക്കൽ ലെങ്ത് ഓഫ് ദി സോൺ പ്ലേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫിഗർ വരയ്ക്കണം. ഫിഗർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇവിടെ ഇതാണ് നമ്മുടെ സോൺ പ്ലേറ്റ്. ഈ സോൺ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സോൺ പ്ലേറ്റ്. ഓക്കെ, സോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ, ഒബ്ജക്റ്റ് O. സോ ഒബ്ജക്റ്റിൽ നിന്ന് സോൺ പ്ലേറ്റിലേക്കുള്ള ദൂരത്ത് നമുക്ക് U എന്ന് വിളിക്കാം. സോ ഇവിടെ നിന്നൊരു ലൈറ്റ് വന്ന് ഇവിടെ തട്ടുന്നു, ദെൻ അത് ഇവിടെ വന്ന് വീഴുന്നു. സോ ഇവിടെ ഒരു ഇമേജ് I ഫോം ചെയ്യുന്നു. സോ ഇമേജ് ഡിസ്റ്റൻസിന് നമുക്ക് V നൽകാം. ദെൻ ഇവിടെ നിന്ന് ലൈറ്റ് ഇവിടെ വന്ന് വീഴാം, ഇതിങ്ങനെയും വന്ന് ഇവിടെ വന്ന് വീഴാം. സോ ഇതിനെ നമുക്ക് P1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് P2 എന്ന് വിളിക്കാം. വീണ്ടും ഒരു ലൈറ്റ് റേ നമുക്ക് കൺസിഡർ ചെയ്യാം, അതും ഇവിടെ വന്ന് വീഴും. സോ ഇതിനെ നമുക്ക് P3 എന്ന് വിളിക്കാം.
കണ്ടോ? അപ്പോൾ ഇതെല്ലാം ഈ ഐയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ പോയിന്റ് സി, ദിസ് ഇസ് ബി, ദിസ് പോയിന്റ് ഈസ് എ. അപ്പോൾ ഒ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് ഇവിടെ തൊട്ട് ഇവിടെ വന്ന് വീഴുന്നുണ്ട്, ഇതുവഴി ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്, ഇവിടെ വഴി ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോൺ പ്ലേറ്റ് ആണ്. സോൺ പ്ലേറ്റ്. അങ്ങനെയാണെങ്കിൽ ഒ പി വൺ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ സി സ്ക്വയർ പ്ലസ് സി പി വൺ സ്ക്വയർ ആണ്. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒ പി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ പ്ലസ് സി പി വൺ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒ പി വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ സി എന്ന് പറഞ്ഞാൽ യു അല്ലേ, സോ യു സ്ക്വയർ പ്ലസ് ഇവിടെ തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ദൂരത്തിൽ നമുക്ക് ആ സോൺ പ്ലേറ്റിനെ റേഡിയസ് എന്ന് വിളിക്കാം, സോ ആർ വൺ സ്ക്വയർ. സിമിലർലി ഒ പി ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ആർ ടു സ്ക്വയർ. Then OP3 square is equal to U square plus R3 square. So ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് OPN square is equal to U square plus RN square എന്നെഴുതാം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതി ചേർത്തിരിക്കുന്ന ഇവിടെയാണ് ഒ പി എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്ക്വയർ പ്ലസ് ആർ എൻ സ്ക്വയർ എന്നാണ്. സോ യു സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ. ഒ പി എൻ സ്ക്വയർ ആണ്. സോ ഒ പി എൻ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ into 1 plus rn square divided by u square whole raised to 1 by 2. That is equal to the u varum 1 plus rn square divided by u square whole raised to 1 by 2. So 1 plus x the whole raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus nx ബൈനോമിയൽ എക്സ്പാൻഷൻ. സോ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അതുപോലെ തന്നെ. സോ u into 1 plus rn square divided by 2u square. ഓക്കെ, യു ഉള്ളിലേക്ക് കൊടുക്കുക. സോ യു പ്ലസ് യു ഇൻറ്റു ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ. സോ യു യു ക്യാൻസൽ ചെയ്യാം. സോ യു പ്ലസ് ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u. സോ ഇതുപോലെ തന്നെ നമുക്ക് ആ ഫിഗറിൻ്റെ റൈറ്റ് സൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് കണ്ടല്ലോ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഐ പി വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി വൺ സി സ്ക്വയർ പ്ലസ് സി ഐ സ്ക്വയർ എന്നെഴുതാം. സോ ഇതുപോലെ തന്നെ നമ്മൾ എഴുതി വന്നു കഴിഞ്ഞാൽ നമുക്ക് പി എൻ ഐ ഈസ് ഈക്വൽ ടു വി പ്ലസ് ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2v എന്ന് എഴുതാം. അപ്പോൾ ഒ പി എൻ ഉണ്ട്, പി എൻ ഐയും ഉണ്ട്. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. സോ ഒ പി എൻ പ്ലസ് ഐ പി എൻ ഈസ് ഈക്വൽ ടു യു ഇത് യു പ്ലസ് ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u പ്ലസ് വി പ്ലസ് ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2v ഈസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ബൈ യു പ്ലസ് 1 ബൈ വി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയെടുക്കുക. വീണ്ടും നമ്മൾ പഴയ ഫിഗറിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എഴുതേണ്ടതുണ്ട്. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ അത് നോട്ട് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒ പി വൺ പ്ലസ് പി വൺ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പ്ലസ് വി പ്ലസ് ലാംഡ ബൈ 2 ആണ്. ഏതാണ്? ഒ പി വൺ പ്ലസ് പി വൺ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പ്ലസ് വി പ്ലസ് ലാംഡ ബൈ 2 ആണ്. എന്തെഴുതാം? ഒ പി വൺ പ്ലസ് പി വൺ ഐ ഈസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ലാംഡ ബൈ 2. അതുപോലെ തന്നെ ഒ പി ടു
പ്ലസ് P2i is equal to u plus v plus 2 lambda by 2. സോ ഇങ്ങനെയാണെങ്കിൽ ഒ പി എൻ പ്ലസ് പി എൻ ഐ is equal to u plus v plus n lambda by 2. ഇക്വേഷൻ നമ്പർ 2 എന്ന് നോട്ട് ചെയ്തേക്കാം അതിനെ. കണ്ടല്ലോ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1ഉം 2ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇക്വേറ്റ് 1 and 2 രണ്ടും ഇക്വേറ്റ് ചെയ്യാം. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലെ u പ്ലസ് വി പ്ലസ് എൽ ലാംഡ ബൈ 2 മറ്റേതിൻ്റെ റൈറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു u പ്ലസ് വി പ്ലസ് ആർ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ 2. 1 ബൈ യു പ്ലസ് 1 ബൈ വി എന്ന് വെച്ചാൽ 1 ബൈ എഫ് ആണ് ലെൻസിൻ്റെ ഇക്വേഷൻ. സോ ഈ യുവും വിയും പോവും. ബാക്കി എൻ ലാംഡ ബൈ 2 ഈസ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ. നമുക്ക് 2ഉം വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ആർ എൻ സ്ക്വയർ ഇൻറ്റു 1 ബൈ എഫ്. എഫിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇതിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. സോ എഫ് എൻ സഫിക്സിൽ എൻ കൊടുക്കുക. എഫ് എൻ ഈസ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ലാംഡ. സോ ദിസ് ഈസ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി സോൺ പ്ലേറ്റ്. സോൺ പ്ലേറ്റിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഇപ്പോൾ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആർ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് എൻ ഇൻറ്റു എൻ ലാംഡ. സോ ആർ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് എഫ് എൻ ഇൻറ്റു എൻ ലാംഡ. ഇതാണ് റേഡിയസ്. കണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഏരിയ ഓഫ് ദ സോൺ വേണമെങ്കിലും ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് ദ സോൺ. സോ ഏരിയ ഓഫ് ദ സോൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏരിയ എ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എൻ സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു ആർ എൻ മൈനസ് 1 സ്ക്വയർ. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എൻ സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു ആർ എൻ മൈനസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എൻ സ്ക്വയർ മൈനസ് ആർ എൻ മൈനസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എഫ് എൻ ലാംഡ മൈനസ് എഫ് എന്നിൻ്റെ സ്ഥാനത്ത് എൻ മൈനസ് 1 ലാംഡ. So that is equal to pi f lambda. So this is the area. Pi f lambda ആണ് ഏരിയ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ. സോ നമ്മൾ സാധാരണ ഇൻറ്റൻസിറ്റി എ ഈസ് ഈക്വൽ ടു d1 മൈനസ് d2 പ്ലസ് d3 മൈനസ് d4 എക്സെട്ര എന്നാണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ d2 d4 d6 എന്ന് പറയുന്ന പോയിന്റുകളിലെല്ലാം ബ്ലാക്കാണ്. സോ അതുവഴി ട്രാൻസ്പെറൻ്റ് അല്ല ലൈറ്റ്. സോ അവിടുത്തെ ഡിസ്റ്റർബൻസ് ഒന്നും അവിടെ വരില്ല. സോ ബാക്കിയുള്ള ടേമുകൾ മാത്രം മതി. അതായത് d1 പ്ലസ് d3 പ്ലസ് d5 പ്ലസ് എക്സെട്ര. കണ്ടോ? എ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും ആംപ്ലിറ്റ്യൂഡ്. സോ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റീസ് ലൈറ്റ് ഇൻറ്റൻസിറ്റി മുഴുവൻ ഐ എന്ന് പറയുന്ന പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവിടെ നമുക്ക് ഇമേജ് കിട്ടുകയും ചെയ്യും. വളരെ ഇൻറ്റൻസ് ആയിട്ടായിരിക്കും ആ ഇമേജ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളൊരു കോൺവെക്സ് ലെൻസ് നമ്മൾ സൂര്യപ്രകാശത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു പോയിന്റ് ഫോക്കസ് ചെയ്യുമല്ലോ, അതുപോലെ സോൺ ബ്ലൈറ്റുകളും ലൈറ്റിനെ ഫോക്കസ് ചെയ്യും. സോ അതുകൊണ്ട് ഒരു സോൺ ബ്ലൈറ്റ് വിച്ച് ഈസ് ഇക്വലൻ്റ് ടു എ കോൺവെക്സ് ലെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്രയാണ് നമ്മുടെ ഡെറിവേഷൻ. അപ്പം നമ്മുടെ ബുക്കിൽ സോൺ ബ്ലൈറ്റും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള വ്യത്യാസമൊക്കെ എഴുതിയിട്ടുണ്ട്. വ്യത്യാസം രണ്ടിനും ഇപ്പോൾ നമ്മൾ സോൺ ബ്ലൈറ്റ് ആണെങ്കിൽ 1/u + 1/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിൻ്റെ ഇക്വേഷൻ എൻ ലാംഡ ബൈ ആർ എൻ സ്ക്വയർ ആണ്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ 1/u + 1/v = 1/f ആണ്. ദെൻ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ഓൺ ലാംഡയാണ് ഇവിടെ. കാരണം നമ്മുടെ 1/u + 1/v = എൻ ലാംഡ ബൈ ആർ എൻ സ്ക്വയർ ആണ് സോൺ ബ്ലൈറ്റ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ഓൺ ലാംഡ. പക്ഷേ കോൺവെക്സ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് യുവിനെയും വിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഒരിക്കലും ഈ ലാംഡയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി
അപ്പോൾ വേറെയും 3-4 പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. പ്രോബ്ലംസും നമ്മൾ നോട്ടിലുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ബൈ.